സിബിൽ സ്കോറിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വ്യവസായ വായ്പകൾ നിഷേധിക്കപ്പെടുന്ന നിരവധി ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഈ സംരംഭകത്വ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ സിബിൽ സ്കോറിൽ വരുമ്പോൾ മറ്റൊരാൾക്ക് ജാമ്യം നിന്നു, അയാൾ ആ തുക അടച്ചില്ല, അതിൻ്റെ പേരിൽ ഈ സംരംഭകൻ്റെ സിബിൽ സ്കോർ കുറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയാണ് മുൻപെങ്ങോ എടുത്ത ഒരു വായ്പ ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റിന് വിധേയമാക്കി, അത് ബാങ്കുകൾ നടപ്പാക്കുന്ന ഒരു രീതിയാണ്. ആ വൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തതുകൊണ്ട് സിബിൽ സ്കോർ കുറയുന്നു. മുമ്പ് ഏതോ എടുത്തൊരു ലോണിൻ്റെ ഒരു അടവ് തെറ്റിയത് കൊണ്ട് സിബിൽ സ്കോറിൽ പ്രശ്നം വരുന്നു. ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ബാങ്കുകൾ ഒരു സംരംഭകത്വ വായ്പയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുടെ, പ്രത്യേകിച്ചും ചെറുകിട സംരംഭകത്തിൽ ചെറിയ ലോണിന് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ വായ്പകൾ നിരസിക്കുന്നതായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് നേരിടുന്ന മറ്റൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു പ്രൊജക്റ്റിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ദീർഘകാലം ആ അപേക്ഷ ഹോൾഡ് ചെയ്യുന്നു. അതായത് അതിനൊരു തീരുമാനം കൊടുക്കോ ഇല്ലയോ എന്നൊരു തീരുമാനം പറയാതെ ദീർഘകാലം ഹോൾഡ് ചെയ്യുന്നു. 8-9 മാസമൊക്കെ ഹോൾഡ് ചെയ്ത കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സംരംഭകന് ഒരു മുറി എടുത്തു, അതിന് വാടകയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോണിനെ സംബന്ധിച്ചൊരു കാര്യങ്ങൾ തീരുമാനമാകുന്നില്ല. ഇതൊരു വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇത്തരം സംരംഭത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ പലരും ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നൊരു സ്ഥിതിയുമുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് കേരളത്തിലൊരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി എക്കോസിസ്റ്റം ഉണ്ടാകുമ്പോൾ അത് ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു സമീപനം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ക്രിയാത്മകമായിട്ട് കേരളത്തിൽ നിലനിൽക്കുകയുള്ളൂ. കാരണം കേരളത്തിൽ ഒരു സംരംഭകനാവുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, ഗുരുതരമായ NPA തിരിച്ചടവോ മുടങ്ങിയ കേസോ ഒക്കെ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യട്ടെ, പക്ഷേ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞ് അവരെ മുടക്കി വിടുന്നതിന് പകരം അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സമീപനം ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. പ്രത്യേകിച്ചും ചെറുകിട സംരംഭകത്വ മേഖലയിൽ വലിയ സംരംഭങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് ഫണ്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചെറുകിടക്കാർക്ക് പലപ്പോഴും ബാങ്കിനെയാണ് വായ്പയ്ക്കായിട്ട് ആശ്രയിക്കേണ്ടി വരിക. അതുപോലെ തന്നെ പല സബ്സിഡി സ്കീമുകളും വായ്പാ ബന്ധിതങ്ങളാണ്. അപ്പോൾ വായ്പ എടുത്താൽ മാത്രമേ അവർക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഈ ഒരു വിഷയത്തിൽ ഇടപെടും, അതിനൊരു തീരുമാനമുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സംരംഭകർക്ക് വേണ്ടിയിട്ടും അവരനുഭവിക്കുന്നൊരു പ്രശ്നവുമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. താങ്ക് യു.